ഹായ് ഫ്രണ്ട്സ്, എന്താ പരിപാടി? അപ്പോൾ നബിദിനവും ഓണവും ഇരട്ടി സന്തോഷം. അപ്പം ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു പായസം ഉണ്ടാക്കിയാലോ? ഇന്ന് നമ്മളൊരു കപ്പ പായസമായിട്ടോ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ. നമ്മൾ സാധാ കപ്പ പുഴുങ്ങുമ്പോഴുന്ന ഉപ്പ് ഇടണ്ട, ഒരു 1/4 ടീസ്പൂണിലെ താഴെ ഉപ്പിട്ടാൽ മതി. നമുക്കിതൊന്ന് വേവിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. ഞാനിവിടെ ശർക്കര എടുത്തിട്ടുണ്ട്. ഏകദേശം 500 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. ഓരോ ശർക്കരയ്ക്കും മധുരത്തിനനുസരിച്ചൊക്കെ വ്യത്യാസം വരാം കേട്ടോ. നമുക്ക് ഏകദേശം 1.25 കപ്പോളം ഒക്കെ മതിയാവും 1/2 കിലോ കപ്പയ്ക്ക്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഏലക്കയും കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ള തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ച് ചിരണ്ടിയെടുക്കാം. നമുക്ക് 2 തേങ്ങയാണ് വേണ്ടത്. 2 തേങ്ങയുടെ പാല് വെച്ചിട്ടോ നമ്മളിന്ന് പായസം തയ്യാറാക്കുന്നത്. പിന്നെ ഒരു 1/2 മുറി തേങ്ങ ചിരകിയത് നമുക്ക് ആവശ്യമുണ്ട് പായസം ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് ചിരണ്ടിയെടുക്കാം. അതിൻ്റെ പാലൊക്കെ ഒന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാം കേട്ടോ. ഇത് 2 തേങ്ങയുടെ തേങ്ങ ചിരണ്ടിയതാണ്. ഇത് 1/2 മുറി തേങ്ങ ചിരണ്ടിയത്. നമുക്ക് ഈ ഒരു തേങ്ങ ചിരണ്ടിയതൊന്ന് വറുത്തെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പാലെടുക്കാം. നല്ല തിളച്ച വെള്ളം ചൂടുവെള്ളത്തിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പാല് കിട്ടും. അങ്ങനെ നമ്മൾ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നാം പാല് ഏകദേശം 1.25 കപ്പും 2ആം പാല് 2 കപ്പോട്ട് എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ 3ആം പാൽ എടുക്കണമെങ്കിൽ 3ആം പാൽ എടുക്കാം. പക്ഷേ ഞാൻ ഈ 2 പാല് വെച്ചിട്ടാട്ടോ എടുക്കുന്നത്. ഇനി ശർക്കര പാനി തയ്യാറാക്കിയത് നമുക്ക് എടുത്ത് വയ്ക്കാം. ഞാൻ കപ്പ നല്ലപോലെ പുഴുങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഞാൻ ഉടച്ചു വെച്ചിട്ടുണ്ട്. ഏകദേശം 2 കപ്പോളം ഉടച്ച കപ്പയുണ്ട് കേട്ടോ. ഇനി ഒരു ഉരുളി വയ്ക്കാം. നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് ഉടച്ച് വെച്ച 2 കപ്പ് ഉടച്ച് വെച്ച കപ്പയാട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഒരു 3 മിനിറ്റ് ഇട്ട് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം 2 കപ്പോളം ശർക്കരപ്പാനി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നിങ്ങളുടെ എടുക്കുന്ന ശർക്കരയുടെ മധുരത്തിനനുസരിച്ചിരിക്കും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റോളം നമുക്ക് നല്ലപോലെ ഇളക്കിയതിന് ശേഷം 2ആം പാല് 2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് കുറച്ചധികം നേരം ഇളക്കണം കേട്ടോ. ഒരു 15 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ കപ്പയിൽ കണ്ടോ ഇതുപോലെ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. പക്ഷേ ഈ കഷ്ണങ്ങളൊക്കെ നല്ല പോലെ വെന്ത് കപ്പയിൽ ചേരും കേട്ടോ. നമ്മൾ ശർക്കരയിൽ ഏലക്ക ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നാലും പായസത്തിനായിട്ട് ഒരു 4 ഏലക്ക നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചതച്ചിട്ട് കൊടുക്കണമെങ്കിൽ ചതച്ചിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഒരു ലോ ഫ്ലെയിമിൽ ഇതുപോലെ നമുക്ക് ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ ഒഴിച്ചതിനേക്കാളും കൃത്യം പകുതിയായിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാട്ടോ. നിങ്ങളൊരു പ്രാവശ്യം കഴിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി നമ്മളങ്ങനെ ഇളക്കിയതിന് ശേഷം 1ആം പാല് 1.25 കപ്പോളം 1ആം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ 2ആം പാൽ ഒഴിച്ച് ഏകദേശം നല്ലപോലെ വറ്റിയതിന് ശേഷം കേട്ടോ. നമ്മൾ വീഡിയോ ഒരുപാട് ലോങ് ആവണ്ടല്ലോ എന്ന് കുറച്ച് കട്ട് ചെയ്തു തന്നേ ഉള്ളൂ. 1ആം പാൽ ഒഴിച്ച് കൊടുത്ത് അപ്പം തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം ഉരുളി നല്ലപോലെ ചൂടായിരിക്കുകയല്ലേ. ഇനി നമുക്ക് പായസത്തിലൊന്ന് ഇടാനായിട്ട് നെയ്യിൽ കിസ്മിസും കശുവണ്ടി ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ 1/2 മുറി തേങ്ങ ചിരണ്ടിയത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു തേങ്ങ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. നെയ്യിൽ തന്നെ വറുത്തെടുക്കാം. ഈ ഒരു തേങ്ങ വറുത്തെടുക്കുമ്പോൾ തന്നെ നല്ല മണമാണ്. ഞാനിതെല്ലാം ഒന്ന് വറുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നന്നായിട്ടൊന്ന് തൂക്കി കൊടുക്കാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം കേട്ടോ. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണ്ടേ കേട്ടോ. ഇതിൽ നമ്മൾ ആ നെയ്യിൽ വറുത്തിട്ട ആ തേങ്ങയൊക്കെ കടിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നബിദിനാശംസകളും ഓണാശംസകളും. എല്ലാവർക്കും ഓണവും നബിദിനൊക്കെ കളറാവട്ടെ. അടുത്ത കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ്. താങ്ക് യു.